ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സെൽഫ് ലവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? ജീവിതം അടിപൊളിയായിട്ട് പോവുകയല്ലേ? ഒരുപാട് സന്തോഷമുള്ള ദിവസമായിരുന്നു. ഞാൻ ഈ സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ട് ഒരു 86 ആൾക്കാരും ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദെൻ ഇപ്പോൾ നോക്കുമ്പോൾ അത് 93 ആയിട്ടുണ്ട്. ഞാൻ പോലും അറിയാതെ എൻ്റെ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് സെൽഫ് ലവ് ഓൾറെഡി നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ്. സെൽഫ് ലവ് കൂടി നമുക്ക് എങ്ങനെ ഹാപ്പിനെസ് ജനറേറ്റ് ചെയ്യാം, എങ്ങനെ സന്തോഷം കണ്ടെത്താം എന്നതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാമല്ലോ. അതിലാദ്യം ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, സ്വയം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. ഞാൻ ഇങ്ങനെയാണ്, ഓക്കെ, ഞാൻ അല്ലാതെ വേറെന്തോല്ല, ഞാൻ ഇങ്ങനെയാണ്, സ്വയം അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ്, മറ്റുള്ളവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ അടിപൊളിയായിട്ട് നമ്മൾ സ്വയം ട്രീറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി ഒരു തേർഡ് പേഴ്സണെയോ ഒരു സെക്കൻഡ് പേഴ്സണെയോ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഹാപ്പിനെസ്സിന് കാരണം നമ്മൾ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഹാപ്പിനെസ്സിന് കാരണം ഞാൻ തന്നെയാണ് എന്ന് ചിന്തിക്കുക. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ലൈഫ് ഭയങ്കര സോഫ്റ്റായിട്ട് തോന്നും, അല്ലേ? ഒന്നുകൂടെ ഞാൻ പറയാം. സ്വയം ആക്സെപ്റ്റ് ചെയ്യുക. മറ്റുള്ളവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞേ? സ്വയം ഹാപ്പിനെസ്സിന് വേണ്ടി മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് സ്വയം തന്നെ നമ്മുടെ ഹാപ്പിനെസ്സിന് കാരണമായി തീരുക. ഈ 3 കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് പോകാം. എങ്ങനെയാണ് സെൽഫ് ലവ് ത്രൂ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത്? ഹൗ ടു ഫൈൻഡ് ഔട്ട് ഹാപ്പിനെസ് ഫ്രം സെൽഫ് ലവ്. അതിലും കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മളത് ഫോളോ ചെയ്താൽ നമുക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യത്തെ പോയിൻറ്റിലോട്ട് പോട്ടെ. ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, മറ്റുള്ളവരുമായിട്ടുള്ള കമ്പാരിസൺ. ഇപ്പം അവനത് കിട്ടി, എനിക്കത് കിട്ടിയില്ലല്ലോ, അവനത്രയും ജോലിയുണ്ട്, എനിക്ക് ആ ജോലിയില്ലല്ലോ, അല്ല, അങ്ങനെയുള്ളൊരു കമ്പാരിസൺ അങ്ങ് അവോയ്ഡ് ചെയ്യുക. അതായത് മറ്റുള്ളവരുമായിട്ടുള്ള താരതമ്യം കുറയ്ക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സ്ട്രെസ്സ് കുറയും. അപ്പോൾ യൂഷ്വലി നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ഞങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള വീട്ടിലെ ഒരാൾക്ക് അപ്പോൾ എക്സാമിന് നല്ല മാർക്ക് കിട്ടി, അല്ലെങ്കിൽ അവന് നല്ലൊരു ജോലി കിട്ടി. അപ്പോൾ നമ്മൾ മൈൻഡിൽ സ്ട്രെസ്സാണ് ഉണ്ടാകുന്നത്. അങ്ങനെ അല്ല, നമുക്ക് ആ ഒരു യൂസ്ഫുൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, അങ്ങനെയുള്ള കമ്പാരിസൺ കുറയ്ക്കുമ്പോൾ നമുക്കങ്ങനെ സ്ട്രെസ്സ് നമ്മുടെ മനസ്സിൽ വളരെ കുറഞ്ഞ് വരും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്വയം ക്ഷമിക്കാൻ തയ്യാറാകുക. ഇപ്പോൾ നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റി നമ്മൾ തന്നെ നമ്മളോട് ക്ഷമിക്കുക. അത് നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിത്തരും. അപ്പം നമ്മുടെ ആ ഒരു ഗിൽട്ട് കുറയും. ഗിൽട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? കുറ്റബോധം. നമ്മുടെ ഒരു കുറ്റബോധം കുറയും. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് റിലാക്സ്ഡ് ആവും. ദെൻ സ്വയം നമ്മളെ പരിപാലിക്കുക. അതായത് നമ്മുടെ എന്നൊരു വ്യക്തിയെ ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും നമ്മൾ തന്നെ സ്വയം പരിപാലിക്കുക. അപ്പോൾ നമ്മൾ എന്തിലോട്ട് പോകും? നല്ലൊരു ബെറ്റർ മൂഡിലോട്ട് പോകും. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിത് റോങ് ആയിട്ടുള്ള വേ പോവുകയാണെങ്കിൽ സ്വയം പരിപാലിക്കുക, ഫിസിക്കലി മെൻ്റലി എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് ബോഡിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, പിന്നെ നന്നായിട്ട് ക്ലീനായിട്ടിരിക്കുക, പിന്നെ നമ്മൾ മെൻ്റലി ഹാപ്പി ആയിട്ടിരിക്കുക, നല്ല മെഡിറ്റേഷനൊക്കെ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ബെറ്റർ മൂഡായിരിക്കുമല്ലോ ത്രൂ ഔട്ട്. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അടുത്ത് പറയുന്നത്, എനിക്ക് ഇത്രയും മതി, ഐ ഫീൽ എനഫ്. ഇപ്പോൾ എനിക്ക് അത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല, ഇതില്ല, അങ്ങനെ ചിന്തിക്കുന്നതിനേക്കാളും ഐ ഫീൽ എനഫ്, എനിക്കിത്രയും മതി. അപ്പോൾ നമുക്ക് മൈൻഡിൽ എന്തുണ്ടാവും? മനസ്സ് ഭയങ്കര ശാന്തമായി തോന്നും അങ്ങനെ പറയുമ്പോൾ. അത് ചിന്തിച്ച് നോക്കിയേ, എനിക്കിത്രയും മതി, എൻ്റെ കയ്യിലുള്ളത് മതി എനിക്ക്. അല്ലാതെ ഓവറായിട്ട് ചിന്തിച്ച് വെറുതെ ടെൻഷൻ അടിക്കുന്നതിനേക്കാളും മനസ്സ് ശാന്തമാവാൻ ഏറ്റവും നല്ലത് ഐ ഫീൽ എനഫ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം പറഞ്ഞത് സെൽഫ് ലവ്. അതിലാദ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? സ്വയം ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. പിന്നെ മറ്റുള്ളവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ നന്നായിട്ട് നമ്മളെ തന്നെ ട്രീറ്റ് ചെയ്യണം. പിന്നെ സ്വന്തം ഹാപ്പിനെസ്സിന് വേണ്ടി ഒരിക്കലും ഒരു സെക്കൻഡ് പേഴ്സണോ തേർഡ് പേഴ്സണോ ഡിപ്പെൻഡ് ആവശ്യമില്ല. നമ്മൾ സ്വയം തന്നെ നമ്മുടെ ഹാപ്പിനെസ്സിന് കാരണമായി മാറുക. ഓക്കെ, പിന്നെ പറയുന്നത് എങ്ങനെ നമുക്ക് ഹാപ്പിനെസ് ഈസിയായിട്ട് കണ്ടെത്താമെന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. മറ്റുള്ളവരുമായുള്ള താരതമ്യം നമ്മൾ കുറയ്ക്കുക, പിന്നെ സ്വയം ക്ഷമിക്കാൻ പഠിക്കുക,
നമ്മൾ തന്നെ സ്വയം പരിപാലിക്കുക. പിന്നെ ഐ ഫീൽ എനഫ്, നമുക്ക് ഇത്രയും മതി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തതിലേക്ക് പോകുന്നത് നമുക്ക് പ്രാക്ടിക്കലി എങ്ങനെ നമുക്ക് ഹാപ്പിനെസ്, ഈ സെൽഫ് ലവ് എന്ന് പ്രാക്ടിക്കലി എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലാദ്യം പറയുന്നത് നമ്മൾ ഇന്നർ മൈൻഡിൽ പറയുക, അല്ലെങ്കിൽ നമ്മൾ കണ്ണുകൾ അടച്ച് പറയുക, ഐ ആം ഇംപ്രൂവിങ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ചിലരെങ്കിൽ അഫർമേഷനെ പറ്റി കേട്ടിട്ടുണ്ടോ? അഫർമേഷൻ്റെ ഒരു റോളാണ് ഇവിടെ വരുന്നത്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും? വിശ്വസിക്കും. അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൈൻഡും അതിലേക്ക് വരികയും റിപ്പീറ്റായിട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സും വിശ്വസിച്ച് അതിലേക്ക് വരികയും ചെയ്യും. അതാണ് റിപ്പീറ്റായിട്ട് പറയേണ്ടത്. എന്താണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുക. പിന്നെ നമ്മളോടൊപ്പം തന്നെ സ്വയം ചിലവഴിക്കുക. ഞാൻ ആദ്യത്തെ 2-3 വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് തന്നെ സ്വയം ചിലവഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? നമുക്കൊരു ബുക്ക് വായിക്കാം, സ്വയമേ ഇരുന്നൊരു ബുക്ക് വായിക്കാം. പിന്നെ നമ്മുടെ ഒരു ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ വീഡിയോയിൽ പറഞ്ഞു, ഒരു ബുക്കിൻ്റെ കേസ് പറഞ്ഞു. നമുക്കിപ്പോൾ ഡയറി എഴുതാനും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനൊക്കെ ഒരു ബുക്കിൻ്റെ കാര്യം പറഞ്ഞു. ആ ബുക്കിൽ തന്നെ നമ്മുടെ തോട്ട്സൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് വരുന്ന ചിന്തകൾ, നല്ല ചിന്തയായാലും ശരി ചീത്ത ചിന്തയായാലും ശരി, എന്ത് ചിന്തകളായാലും അതിൽ നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പോകാം, നല്ലൊരു സിനിമ കാണാൻ പോകാം. അതൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. അപ്പം നമ്മളോടൊപ്പം ചിലവഴിക്കാൻ പഠിക്കുക സ്വയം. അടുത്ത് പറയുന്നതാണ്, ഇപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതായത് നമ്മളോട് സ്വയം ചിലവഴിക്കുന്ന നിമിഷങ്ങളുണ്ടല്ലോ, അപ്പം നമ്മളിലേക്ക് ഒരു ഡീപ്പർ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? വരും. നമ്മളിലേക്ക് തന്നെ ചിലവഴിക്കുന്ന നിമിഷങ്ങളല്ല. അപ്പം നമ്മൾ കൂടുതൽ നമ്മളിൽ തന്നെ എന്ത് ചെയ്യും? കോൺസെൻട്രേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത് പറയുന്നത്, നമ്മളോട് തന്നെ ചില പ്രോമിസസ് കൊടുക്കുക. ചെറിയ ചെറിയ പ്രോമിസസ് കൊടുത്താൽ മതി. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ സ്വയം കൊടുക്കുന്ന പ്രോമിസസ് നമുക്ക് സക്സസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു ഹാപ്പിനെസ് അവിടെ ബൂസ്റ്റ് ചെയ്യുക ചെയ്ത്. ഇപ്പോൾ ഞാനിപ്പോൾ കൊടുക്കും ചെറിയ ചെറിയ കാര്യങ്ങളും ചെയ്ത് പറയാം. അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, നമുക്ക് ഫോൺ യൂസേജ് ഞാൻ എന്ത് ചെയ്യുക? കുറയ്ക്കുകയാണ്. ഇന്നോട്ട് ഫോണിൻ്റെ ഉപയോഗം ഞാൻ കുറയ്ക്കുകയാണ് എന്ന് മനസ്സിനോട് എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിനോടോ സെൽഫായിട്ടോ ഒന്ന് പറയുക, ഞാൻ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യും. ഓക്കെ, അടുത്ത് പറയാം, ഇപ്പോൾ നമ്മൾ പല ടൈമിൽ എഴുന്നേൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പറയാം, നാളെ മുതൽ ഞാൻ ഒരു ഫിക്സഡ് ടൈമിൽ വേക്കപ്പ് ആകും. അങ്ങനെ ചെറിയ ചെറിയ പ്രോമിസസ് നമ്മൾ സ്വയമേ എന്ത് ചെയ്യുക? കൊടുക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഈ പ്രോമിസസ് സക്സസ്ഫുൾ ആവുന്നത് നമ്മുടെ തന്നെ വിജയമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വിജയത്തിന് കാരണമാകുമ്പോൾ ചെറിയ ചെറിയ ഹാപ്പിനെസ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആദ്യ വീഡിയോയിൽ ആദ്യം പറഞ്ഞൊരു പോയിൻ്റ് തന്നെയാണ് കമ്പാരിസൺ കുറയ്ക്കുക. താരതമ്യം എന്ന് പറയുന്നത് ഞാൻ പറയുമ്പോൾ, ഇപ്പോൾ ഒരാളൊരു താരതമ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ഹാപ്പിനെസ്സിനെ കില്ല് ചെയ്യുന്ന ഏറ്റവും വലിയ റീസൺ കമ്പാരിസൺ തന്നെയാണ്. അപ്പോൾ മാക്സിമം മറ്റുള്ളവരോട് താരതമ്യം ചെയ്യുക. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയുള്ള വാല്യൂസ് ഉണ്ട്, അത് മറ്റുള്ളവർക്കുണ്ടോ ഇല്ലെന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല, അല്ലേ? അപ്പം നമ്മുടെ വാല്യൂസിനെയും നമ്മുടെ മെറിറ്റ്സിനെയും നമ്മുടെ ഹാബിറ്റ്സിനെയും നമ്മളിങ്ങനെ നന്നായിട്ട് എന്തെങ്കിലും നമ്മൾ പരിപോഷിപ്പിച്ച് അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ജീവിതത്തിൽ. അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പം നമ്മുടെ തന്നെ പ്രോഗ്രസ് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ തന്നെ ഫോക്കസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രസ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഉണ്ടായിക്കോളും. ഓക്കെ, അടുത്ത് പറയുന്നത് ടേക്ക് കെയർ യുവർ ബോഡി. നമ്മുടെ ബോഡിയെ ടേക്ക് കെയർ ചെയ്യുക. മെൻ്റലിയും ഫിസിക്കലിയും ടേക്ക് കെയർ ചെയ്യുക. അത് നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ബോഡി എങ്ങനെ ടേക്ക് കെയർ ചെയ്യുക? നമുക്ക് വ്യായാമം എസെൻഷ്യലാണ്. നമ്മുടെ ബോഡിക്ക് വ്യായാമം ഭയങ്കര എസെൻഷ്യലാണ്. പിന്നെ നല്ല ഫുഡ് കഴിക്കുക, ഉറങ്ങുക, നല്ല ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയെ നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഫർഗീവ് യുവർ സെൽഫ്. നേരത്തെ അതും പറഞ്ഞ കാര്യം തന്നെയാണ്. ആദ്യം ഞാൻ പറഞ്ഞ 3 പോയിൻ്റ് പറഞ്ഞത്. സ്വയം ക്ഷമിക്കാൻ തയ്യാറാവുക. സ്വയം ക്ഷമിക്കുമ്പോൾ നമുക്കൊരു ഡീപ്പർ ആയിട്ടുള്ള റിലീഫ് കിട്ടും. ഇപ്പം നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഞാൻ സ്വയം ക്ഷമിച്ചു, ഓക്കെ, ഇനി ഞാനത് മാക്സിമം ട്രൈ ചെയ്യും അങ്ങനെ വരാതിരിക്കാൻ. അപ്പം അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഡീപ്പറായിട്ടുള്ള റിലീഫ് അതിൽ നിന്ന് കിട്ടും. അടുത്ത്
റെഡ്യൂസ് ഡോപ്പമിൻ ഓവർലോഡ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത് എന്താണ്? ഫീലിംഗ് ഗുഡ് ഹോർമോൺ. നമുക്കൊരു ഹാപ്പിനെസ് തരുന്നൊരു ഹോർമോണാണ് ഡോപ്പമിൻ. ഇപ്പം മെജോറിറ്റി ഒരു 97.9% ആൾക്കാരും ഈ ഡോപ്പമിൻ 24 പ്രൊഡ്യൂസ് ചെയ്യുന്നത് റീൽസ് സ്ക്രോൾ ചെയ്യുന്നതിലൂടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഈ അൺനെസസറി റീൽസ് സ്ക്രോൾ ചെയ്യുന്നത് അങ്ങ് കുറയ്ക്കുക, പിന്നെ അൺനെസസറി വീഡിയോസ് കാണുന്നത് കുറയ്ക്കുക. അതുപോലെ തന്നെ അതായത് നമ്മളിങ്ങനെ ചെയ്യുന്ന ഈ റീൽസ് കണ്ടുകൊണ്ടിരിക്കുക ഓരോരുത്തരും ചെയ്യുന്ന റീൽസ് നമ്മൾ സമയം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഫോൺ സ്ക്രോൾ ചെയ്തപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്ത് നമ്മുടെ ടൈം വെറുതെ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുക, നമുക്ക് ഹാപ്പിനെസ് കിട്ടില്ല ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഡോപ്പമിനെ റെഡ്യൂസ് ചെയ്യുക. എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്? ഇതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ കുറയ്ക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബോറിംഗ് ആയിട്ട് തോന്നും, അല്ലേ? എനിക്ക് ഫോൺ കിട്ടിയിരുന്നെങ്കിൽ, എനിക്കത് വീഡിയോ കാണാൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ ഒരുപാട് ബോറിംഗ് ആയിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ബോറിങ്ങിനെ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് റീപ്ലേസ് ചെയ്യാൻ പഠിക്കുക. ഇപ്പോൾ ബോറിംഗ് ആയിട്ടുള്ള ആ സമയം നമുക്ക് കിട്ടുമല്ലോ, ആ സമയം നമുക്കൊരു ചെറിയൊരു ടൈനി ബുക്ക് വാങ്ങി വയ്ക്കാം. ബുക്കിൽ നമുക്കുള്ള തോട്ട്സ് എഴുതി വയ്ക്കാം, എന്തെങ്കിലും കവിതയോ കഥയോ എഴുതാം. അല്ല, വീട്ടിലിപ്പോൾ ഫ്രീ ടൈമോ എന്തെങ്കിലും ആണെങ്കിൽ നമുക്കൊരു ഗാർഡനിങ് ചെയ്യാം, അല്ല നമുക്ക് നടക്കാൻ പോകാം, പാട്ട് പാടാം, ഡാൻസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ ബോറിംഗ് ടൈമിലേക്ക് റീപ്ലേസ് നമുക്ക് ചെയ്യാം. ഓക്കെ, നല്ലൊരു വേ ഓഫ് തോട്ടാണത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് നല്ല സെൽഫ് റൊട്ടീൻസ് ഡെയിലി ഉണ്ടാക്കി വയ്ക്കാം. നമുക്ക് എന്തായാലും നമ്മൾ സെൽഫ് ലവ് ചെയ്യുന്ന ആൾക്കാരല്ലേ, സ്വയം സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഉണ്ടാക്കിയെടുക്കുക. രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നീറ്റായിട്ട് നമ്മളെ ബെഡൊക്കെ ഒന്ന് മടക്കിയൊക്കെ വെക്കുക. അങ്ങനെ എഴുന്നേറ്റതിന് ശേഷം ഒരു മണിക്കൂർ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. ആൻഡ് പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് ഇന്ന് ചെയ്യാൻ വന്ന കുറച്ച്, ഇപ്പോൾ നമ്മൾ ഇന്ന് ഓഫീസിൽ പോയിട്ട്, അല്ലെങ്കിൽ ഇന്ന് സ്കൂളിൽ പോയിട്ട്, അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട്, വാട്ടെവർ എന്തെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് ബുക്കിൽ എഴുതി വെക്കുക. കുറച്ച് നോട്ട്, ഇങ്ങനെ എല്ലാം കൂടുതൽ പറയുന്നില്ല, ഈ 3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് വെക്കുക. ഇത് കിടക്കുന്നതിന് മുന്നേറ്റ് നമ്മളത് ചെയ്തോ എന്ന് എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എങ്കിൽ നമ്മൾ വളരെ ഹാപ്പിയാണ്. നമ്മൾ എഴുതി വെച്ച കാര്യങ്ങൾ നമ്മളിന്ന് സക്സസ്ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെൽഫ് ലവ് ത്രൂ ഹാപ്പിനെസ് ജനറേറ്റ് ചെയ്യുന്ന കുറച്ച് രീതികളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റ് ബോക്സിൽ കൊണ്ടുവരിക. എന്തായാലും ഞാൻ പോലും അറിയാതെ എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ. ഓക്കെ, ബൈ.